നമുക്ക് ഗുരുവായൂരേക്ക് ഒന്ന് പോകാം. ഗുരുവായൂർ കണ്ണന് മുന്നിൽ താലി ചാർത്തി ഇന്ന് പുതുജീവിതത്തിലേക്ക് കടക്കുന്നത് 248 പേരാണ്. ഇത്രയധികം വിവാഹങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ പുലർച്ചെ മുതൽ ക്ഷേത്ര ദർശനത്തിനടക്കം പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് കണക്കിലെടുത്ത് പുലർച്ചെ നിർമ്മാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. രാജു ഗുരുവായൂർ ചേരുന്ന വിവരങ്ങളുമായി. രാജു, ഗുഡ് മോർണിംഗ്. വലിയ തിരക്ക് അവിടെ ഉണ്ടെന്ന് അറിയുന്നു. 248 വിവാഹങ്ങൾ, അത്രയും പ്രത്യേകതയുള്ള ദിവസമായതുകൊണ്ട് തന്നെ ക്രമീകരണങ്ങളും ഉണ്ടല്ലേ? തീർച്ചയായും അശ്വതി, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് 248 വിവാഹങ്ങളാണ് ഇതുവരെ ഷീട്ടാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താനായി ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവാഹ ചടങ്ങുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പുലർച്ചെ 5 മണി മുതൽ തന്നെ വിവാഹങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. താലികെട്ടിനായി കൂടുതൽ മണ്ഡപങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. താലികെട്ട് ചടങ്ങ് നിർവഹിക്കാൻ ക്ഷേത്രം കോയ്മമാരെ പ്രത്യേകം മണ്ഡപത്തിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. വിവാഹ മണ്ഡപത്തിന് സമീപം മംഗളവാദ്യ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. വരനും വധുവും അടങ്ങുന്ന വിവാഹ സംഘം നേരത്തെ തന്നെ എത്തി ക്ഷേത്രം തെക്കേ നടയിലെ പട്ടർകുളത്തിനോട് സമീപം നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക പന്തലിലെത്തി കൗണ്ടറിൽ നിന്നും ടോക്കൺ വാങ്ങണം. ഇവർക്ക് ആ പന്തലിൽ തന്നെ വിശ്രമിക്കാം. അതിനുശേഷം താലികെട്ട് ചടങ്ങിന്റെ ഊഴമെത്തുമ്പോൾ ഇവരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിപ്പിക്കും. തുടർന്ന് കിഴക്കേ നടയിലെ മണ്ഡപത്തിലെത്തി വിവാഹ ചടങ്ങ് നടത്താം. കല്യാണം കഴിഞ്ഞാൽ വിവാഹ സംഘം ക്ഷേത്രം തെക്കേ നട വഴി മാത്രമേ മടങ്ങിപ്പോകാൻ സാധിക്കുള്ളൂ. കിഴക്കേ നട വഴി മടങ്ങാനായിട്ട് അനുവദിക്കില്ല. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ 24 പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിന് ക്രമാതീതമായ ഭക്തജന തിരക്ക് ഉള്ളതിനാൽ പുലർച്ചെ നിർമ്മാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഇന്ന് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, അതുപോലെ തന്നെ ശയന പ്രദക്ഷിണം എന്നിവ അനുവദിക്കുന്നില്ല. ക്ഷേത്ര ദർശനത്തെത്തുന്ന ഭക്തർക്കും വിവാഹ ചടങ്ങിനെത്തുന്നവർക്കും കരുതലും സഹായവും ഒരുക്കി ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കൊപ്പം കൂടുതൽ പോലീസിനെയും ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. അശ്വതി. ശരി രാജു, എന്തായാലും 248 വിവാഹങ്ങൾ എന്ന് പറയുമ്പോൾ ആ ദമ്പതികൾക്ക് ആശംസകൾ അറിയിക്കുകയാണോ? അപ്പം ഇന്നിതൊന്നും അറിയാതെ ക്ഷേത്രത്തിലേക്ക്, ഗുരുവായൂരിലേക്ക് എത്തിയവരുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി കാണുമോ? അറിയില്ല. അപ്പൊ എന്തായാലും രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇനി